പ്രധാനമന്ത്രി കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കേരളത്തിലേക്ക് എത്തുന്നത് ഇത് 3ാമത്തെ തവണയാണ്. ഓരോ തവണ കേരളത്തിൽ പ്രധാനമന്ത്രി വരുമ്പോഴും കേരളത്തിന് കൈ നിറയെ വാരിക്കോരി വികസന പദ്ധതികളുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. കേരളത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കരുതിയതുപോലെ, സ്നേഹിച്ചതുപോലെ, വികസന പ്രവർത്തനങ്ങൾ നൽകിയതുപോലെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും ഒരു കാലത്തും കേരളത്തിന് ഇത്രയും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ ഇവിടെ ഭരിക്കുന്നവരും അവർക്ക് കൂട്ടുനിൽക്കുന്ന പ്രതിപക്ഷവും മോദി കേരളത്തെ അവഗണിക്കുന്നുവെന്നുള്ള കള്ളപ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ആ കള്ളപ്രചരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും ചർച്ചയാവുന്നു. 24-ൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമായിരിക്കില്ല, ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആയിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വ്യാജ പ്രചരണവുമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങൾ നേടിക്കളയും എന്ന് പറഞ്ഞാണ് ബാലഗോപാൽ കോടതിയെ സമീപിച്ചത്. കോടതി ബാലഗോപാലിന്റെ ഹർജി തീർപ്പാക്കാതെ മടക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതി ബാലഗോപാലിനോടും സംസ്ഥാന സർക്കാരിനോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചോദിച്ച എന്തെങ്കിലും ഒരു വിധി തരാൻ കോടതിക്ക് കഴിയില്ല എന്നാണ്. നിങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ്. ബാലഗോപാൽ പറഞ്ഞത് 56,000 കോടി രൂപ ഞങ്ങൾ കിട്ടാനുണ്ട്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുകയാണ്. വായ്പാ പരിധി വെട്ടി കുറച്ചിരിക്കുകയാണ്. കേരളത്തിന് കിട്ടാനുള്ള വിഹിതം കിട്ടിയിട്ടില്ല. ഒരു കാര്യം പോലും സുപ്രീം കോടതിയിൽ സമർത്ഥിക്കാൻ കപിൽ സിബലിനെ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനെ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ, നാണം കേട്ട് തിരിച്ചു പോരേണ്ട ഗതികേടാണ് കേരള സർക്കാരിനുണ്ടായിരിക്കുന്നത്. വ്യാജ പ്രചരണമാണ് ഈ കേരളത്തിൽ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അവരെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷവും നടത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 3ാമത്തെ തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്.